അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാത്രിയാണവ. രാത്രി ഞാനിതാ കുറച്ച് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ട് ഇതാ നല്ല പോലെ കൈറ്റെടുക്കുന്നുണ്ട്. ഒരു 4-5 പ്രാവശ്യം കൈറ്റെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 പിടി ചോറ്, 2 ഗ്ലാസ് അരിക്ക് 2 പിടി ചോറ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അരമുറി തേങ്ങ, വലിയ മുറിയാണെങ്കിൽ അരമുറി, ചെറിയ മുറിയാണെങ്കിൽ 2 മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഈസ്റ്റ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈസ്റ്റ് എത്തുന്ന പോലെ നമുക്ക് നല്ലപോലെ മിക്സാക്കിയിട്ട് മൂടി വെക്കാം. ഇതിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ മൂടി വെച്ച്. ഇതിപ്പോൾ കാലത്തായി, കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്യാസിൽ ചായ വെക്കുന്നത്, അല്ലെങ്കിൽ ഈസി കുക്കിലാണ് ചായ വെക്കൽ. അപ്പോൾ ഇതാ ചായ എല്ലാം കുടിച്ച്, ഇതിപ്പോൾ കാലത്ത് 6 മണി സമയം, 6 മണി സമയത്താണ് ചായ കുടിക്കുന്നത്. ചായ കുടിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ ആ കൂത്തിയ ചരി ഉണ്ടല്ലേ, അതിന് ഞാനിതാ അങ്ങനെ അതേ വെള്ളത്തോടു കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നു. നല്ല പോലെ അരച്ചിട്ടെടുക്കുന്നു നൈസായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഒരു ട്രിപ്പ് ഞാൻ അരച്ചെടുത്ത്, രണ്ടാമത്തെ ട്രിപ്പും അരച്ചെടുക്കാം നമുക്ക്. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പരസ്യം വരും. പരസ്യം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. സ്കിപ്പേഡ് നിൽക്കാതെ ഫുള്ള് തീരുന്നത് വരെ പരസ്യം കണ്ടിട്ട് വീഡിയോ കാണണം. സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തത് ഞാൻ അരച്ചെടുത്ത്, എന്നിട്ട് എന്താക്കി അറിയാം, വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഞാനിത് ഒഴിച്ച് കൊടുത്ത്. എന്തില്ലെങ്കിൽ ഇനി ഇതൊരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ എന്താ, ഇത് നല്ല പോലെ പൊന്തി വരും. അതുകൊണ്ട് കുയ്യുള്ള വലിയൊരു പാത്രത്തിൽ തന്നെ ഞാനിതാ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച്, എന്നിട്ട് ഞാൻ പോയിട്ട് കിടന്നുറങ്ങി. 1 മണിക്കൂറായി. 6:30 മണിക്ക് മൂടി വെച്ചത് 7:30, 7:45 ഞാനിതാ എണിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ഇത് നല്ല പോലെ ആ പാത്രം ഫുള്ളായി പൊന്തി വന്നിന്. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട്, ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ല പോലെ മിക്സാക്കിയിട്ട് എടുത്ത് നല്ല കണ്ണെല്ലാം പോയിട്ട് എങ്ങനെ ആയിന്നറിയാം. അപ്പോൾ നല്ല അടിപൊളി അപ്പായിന്. അപ്പോൾ ഇങ്ങനെ ആക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കണോ, നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ഞാൻ അതിലേക്ക് ഉണ്ടാക്കിയത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിന്. തേങ്ങാപ്പാലെടുത്തിട്ട് തേങ്ങാവും പച്ചരി അരച്ചിട്ട് പാലെടുത്തിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ വെല്ലം ഉരുക്കി കൂട്ടിയിട്ട് പാലാക്കിയത് ഞാൻ കാണിച്ചിന്. അതേപോലെയാണ് ഇന്ന് ഞാൻ പാലാക്കിയത്. അപ്പോൾ അതിനെ കാണിക്കുന്നില്ല. അങ്ങനെ പാലെല്ലാം കൂട്ടി, കറി വേണം കറി കൂട്ടിയിട്ടും തിന്നുക, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പാലെല്ലാം കൂട്ടി അപ്പെല്ലാം തിന്ന് പണിയെല്ലാം ഒത്തരായി. പാത്രം കൗവലും സീറ്റ് തോർത്തലും അങ്ങനെയുള്ളൊരു എല്ലാ പണിയുമായി. പിന്നെ ചോറ് വെക്കണം, കറി ഉണ്ടാക്കണം, അങ്ങനത്തെ എല്ലാ പണിക്കൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചോറ് വെച്ച് അതെപ്പോൾ ഇന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് കയ്യിലെ മീനാണ് കിട്ടിയത്. കയ്യിലെ മീൻ നല്ലപോലെ മുറിച്ചിട്ട് കൈയിട്ട് കഷ്ണങ്ങളാക്കി നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടാകുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി നല്ലപോലെ വയന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ നല്ല നാടൻ കറിച്ചപ്പല ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നീരുള്ളി, നല്ല വലിയൊരു നീരുള്ളി ഇട്ട് കൊടുക്കുന്നു. നീരുള്ളി നല്ലപോലെ വയന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു.
തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലോണം വഴറ്റി കൊടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് മസാല എല്ലാം ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് മുളക് പൊടി ഇടാം, പിന്നെ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ നമുക്ക് പച്ചമണം മാറുന്നവരെ മിക്സാക്കാം. പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം, അതിന് വേണ്ട വെള്ളം നമുക്ക് എത്ര കറി വേണം അത്ര വെള്ളം കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, അതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് നല്ല മാങ്ങ കിട്ടീന്, പച്ചല്ല ചെറുതായിട്ട് പഴുപ്പ് വന്ന മാങ്ങ, അതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കൈയിട്ട് മുറിച്ച് വെച്ച മീനുണ്ടല്ലേ, ആ മീനിട്ട് കൊടുക്കാം. മീനും ഇട്ടിട്ട് നമുക്ക് എന്താക്കാം, പിന്നെ കയ്യിലിടണ്ട, മെല്ലെ ഒന്ന് സൈഡിൽ നിന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് നല്ല പാങ്ങലൊരു 3 മിനിറ്റ് തള വന്നതിന് ശേഷം തീ ഓഫാക്കാം. അപ്പോൾ നമ്മളെ മീൻകറിയും റെഡിയായി, ചോറും ആയിട്ടുണ്ട്. അപ്പോൾ മീൻകറിയെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ പാങ്ങല ചോറെല്ലാം വയ്ക്കുന്നു. നല്ല പാങ്ങുണ്ടായി, ഞാൻ മാങ്ങ ഇട്ട മീൻകറി. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ നല്ല നാടൻ കറിച്ചപ്പലയും വെച്ച് കൊടുക്കുന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നോക്ക്, ഞങ്ങളിവിടെ നല്ല മഴ, ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. നല്ല മഴ വരുന്നുണ്ട്, പുറത്ത് നല്ല മഴ. അപ്പോൾ ഉള്ളിൽ നമ്മൾ ചൂട് എന്തെങ്കിലും കുടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി. ചായൻ്റെ ഒപ്പം കൂട്ടാൻ അവിലാണ് ഉണ്ടാക്കുന്നത്, മഴക്ക് കൂട്ടാൻ പറ്റിയ ചായക്കടി. അങ്ങനെ അവില് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് ഒരു കണ്ടം നീരുള്ളി ഇട്ട് കൊടുക്കുന്നു, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ മധുരത്തിന് പിന്നെ വെല്ലം ഉരുക്കിയതുണ്ടായി എൻ്റെ അടുത്ത്, പാലിന് വേണ്ടിയിട്ട് ഉരുക്കിയ വെല്ലം ഉണ്ടായി. കാലത്തെ പാലാക്കുമ്പോൾ ആക്കിയ വെല്ലത്തിൻ്റെ വെള്ളവും കൂട്ടിയിട്ട് നല്ല പോലെ ഞണ്ടുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചൂട് ചായയും അവലും കൂട്ടി ചായ കുടിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എല്ലാവരും ആഡ്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ നിരീക്കുന്നു. അപ്പോൾ പിന്നെ ഇനി പുതിയ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.